മലപ്പുറം ജില്ലയിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനും പകർച്ചവ്യാധി പ്രതിരോധം ശക്തമാക്കാനും ജില്ലാ ആരോഗ്യ കർമ്മസമിതി യോഗം തീരുമാനിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളുടെ യോഗം മാർച്ച് 11 ചേരും. ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജന്തുജന്യ രോഗങ്ങളുടെ അവലോകനം, മഴക്കാല പൂർവ്വ ശുചീകരണം, HPV, JE വാക്സിനേഷൻ പ്രവർത്തനങ്ങൾ എന്നിവ ചർച്ച ചെയ്തു. മഴക്കാല രോഗങ്ങളെ ചെറുക്കുന്നതിനായി ശുചിത്വ മിഷന്റെ സഹകരണത്തോടെ വിപുലമായ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. പൊതുയിടങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നതിനും കൊതുക്, എലി തുടങ്ങിയവയുടെ പ്രജനന സ്രോതസ്സുകൾ നശിപ്പിക്കുന്നതിനുമുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണം. ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളുടെ യോഗം മാർച്ച് 11 ചേരും. ജില്ലയിൽ ജന്തുജന്യ രോഗങ്ങളും അതുമൂലമുള്ള മരണങ്ങളും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മൃഗസംരക്ഷണം, ഡയറി, തൊഴിൽ, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് വിപുലമായ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കാൻ കളക്ടർ നിർദ്ദേശം നൽകി. ഇതിനായി പ്രത്യേക യോഗം വിളിച്ചു ചേർക്കും. ഗർഭാശയഗള ക്യാൻസറിനെതിരെയുള്ള HPV വാക്സിൻ ക്യാമ്പയിൻ ജില്ലയിൽ മികച്ച രീതിയിൽ പുരോഗമിക്കുന്നതായി ജില്ലാ RCH ഓഫീസർ ഡോക്ടർ NN പമീലി യോഗത്തിൽ അറിയിച്ചു. 14 വയസ്സ് പൂർത്തിയായ 40,185 പെൺകുട്ടികൾക്കാണ് ആദ്യഘട്ടത്തിൽ വാക്സിൻ നൽകുന്നത്. മാർച്ച് 30 അവസാനിക്കുന്ന ഈ ക്യാമ്പയിന് ശേഷം വാക്സിൻ നിർബന്ധിത പട്ടികയിൽ ഉൾപ്പെടുത്തും. അതേസമയം ജപ്പാൻ ജ്വരത്തിനെതിരെയുള്ള JE വാക്സിനേഷൻ ലക്ഷ്യത്തിലെത്താൻ രക്ഷിതാക്കളുടെ സമ്മതപത്രം ലഭിക്കുന്നതിലെ കാലതാമസം തടസ്സമാകുന്നുണ്ടെന്നും നിലവിൽ 10.45% മാത്രമാണ് പൂർത്തിയാക്കാൻ കഴിഞ്ഞതെന്നും അവർ വ്യക്തമാക്കി. മാർച്ച് 1 മുതൽ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും ഈ വാക്സിൻ ലഭ്യമാണ്. യോഗത്തിൽ DMO ഇൻചാർജ് ഡോക്ടർ A ഷിപുലാൽ, ഡെപ്യൂട്ടി DMO C ഷുബിൻ, DPM ഡോക്ടർ TN അനൂപ് തുടങ്ങി വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. CCN മലപ്പുറം.